ഇന്ന് ഞാൻ ഭയങ്കര കാര്യമായിട്ടാട്ടോ വിൻചേട്ടൻ വരുന്നത് നോക്കിയിരിക്കണത്. കുറെ നേരത്തെ ക്ഷമകെട്ട കാത്തിരിപ്പിന് ശേഷം ഞാൻ നമ്മുടെ തേജപ്പന്റെ അടുത്ത് പോയിരുന്നു കേട്ടോ. റോട്ടിൽ കൂടെ ഏത് വണ്ടി പോയാലും വിൻചേട്ടനാന്ന് വിചാരിച്ച് ഞാനൊന്ന് ചെന്ന് നോക്കിയേ, പക്ഷെ അത് വിൻചേട്ടനാവില്ല. ഇങ്ങനെ കാര്യമായിട്ട് കാത്തു നിൽക്കണതിന്റെ പിന്നിലൊരു കാര്യമില്ല, അതില്ലാട്ടോ. അങ്ങനെ 2-3 വട്ടം വണ്ടിയുടെ ഹോണടിയും കേട്ടിട്ട് ഓടിച്ചെന്ന് നോക്കിയിട്ട് ചമ്മി പോയോണ്ട് തന്നെ പിന്നെ ഞാൻ ആ പരിപാടിക്ക് നിന്നില്ലാട്ടോ. അങ്ങനെ കാത്തിരിപ്പിന് ശേഷം വിൻചേട്ടൻ വന്നു. അപ്പൊ ഈ പായണേന്റെ പിന്നിലെ കാര്യം വേറെ ഒന്നും അല്ലാട്ടോ. എന്ന് വിൻചേട്ടൻ വരുമ്പോ TNTന്ന് ഷവായി മന്തി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും വാങ്ങി ഞാൻ അൺബോക്സിങ് തുടങ്ങി. ഇന്ന് തേജപ്പൻ ഒന്നിലേക്കും വന്നിട്ടില്ല കേട്ടോ. വേറെ ഒന്നല്ല, ഇന്ന് തേജപ്പൻ ഗ്രൗണ്ടിലേക്ക് ഒന്ന് കളിക്കാൻ പോയിണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഇതൊന്ന് വീണു, മുട്ടൊരഞ്ഞു, കൈയൊന്ന് പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടിക്ക് ഇന്ന് ഒരു മൂടും ഉണ്ടായിരുന്നില്ല ഒന്നിനും. പക്ഷെ മൂക്കിന് വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് സ്മെല്ലടിച്ചോണ്ടാ തോന്നുന്നു ചെറിയ രീതിക്കൊന്ന് വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനെല്ലാതും പ്ലേറ്റിലാക്കിയിട്ടാ. സാധാരണ നമ്മുടെ തേജപ്പനാണ് കേട്ടോ അതിനെല്ലാത്തിനും മുന്നിൽ നിൽക്കാറ്. പക്ഷെ കുട്ടി ഇന്ന് ഭയങ്കര മൂഡ് ഓഫ് ആണ്. തേജുനാണെങ്കിൽ എന്തെങ്കിലും ചെറിയ വേദന പോലും സഹിക്കാൻ പറ്റാത്ത ആളായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ബിഹേവ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം വാരി കൊടുത്തു. സാധാരണ അവൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അവന് തന്നെ വാരി കഴിക്കാനായിട്ട് ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ 3 കൂടി കഴിച്ചു. പിന്നെ ഷവായി മന്തിയുടെ കാര്യം ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അടിപൊളി ആയിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ വല്ലപ്പോഴും വാങ്ങിക്കൊടുന്ന് വീട്ടിലിരുന്ന് കഴിക്കുന്നതിന്റെ ടേസ്റ്റും കൂടി ഒന്ന് വേറെ അല്ലേ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.